ഹലോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ കരോക്കെ ഗാനം വേണം കേട്ടോ. അപ്പോൾ സുഭാഷ് ചേട്ടനും പൊന്നൂസും പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്കായിട്ട് ഒരുങ്ങി ഇറങ്ങുന്നത്. അപ്പോൾ പൊന്നൂസിനോട് ഞാൻ വേഗം പുസ്തകങ്ങളും എല്ലാം എന്താ വെച്ചാൽ വേഗം എടുത്ത് വെക്കാനായിട്ട് ഞാൻ പറയണത്, മറക്കരുത്. അപ്പോൾ ഏട്ടനും യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് പ്രോഗ്രാം 7 മണി തൊട്ട് ഒരു 9:45 വരെയായിട്ട് പറഞ്ഞത്. അപ്പോൾ ഏട്ടനും യാത്രയെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞാനും അപ്പോൾ സമയം കൊണ്ട് അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതു. ഏട്ടനും പൊന്നും കൂടി സ്റ്റേജിൻ്റെ അവിടേക്ക് പോയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ സീറ്റിൽ വന്നിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇതിൽ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതേ അപ്പൂസും ഞാനായിട്ട് കുറച്ച് സെൽഫി കാറിലൊക്കെ എടുത്തിട്ട്, പിന്നെ പൊന്നൂസിൻ്റെ പാട്ടായിരുന്നു ആദ്യം. ഒരു ഭക്തിഗാനമാണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്നത്. ഒരു ഭക്തിഗാനമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഏട്ടൻ്റെ പാട്ട് വന്നു. ഏട്ടൻ്റെ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തടുത്ത ആൾക്കാരെ ചെണ്ടെന്ന് കൂടെ കൊണ്ടും വരാം രാവിൽ തേടും പൂങ്കാറ്റേ. പിന്നെ ബിൻസി, മോഹനേട്ടൻ, പിന്നെ അജയേട്ടനോട് പൊന്നൂസിൽ ഡ്യൂറ്റ് പാടി. പിന്നെ ഏട്ടൻ്റെ കൂടെ ഡ്യൂറ്റ് പാടിയിട്ടാ. ஆமாங்க ஆமாங்க வராங்க வராங்க அடி சந்த പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ മുന്നാലെ, എത്ര ഞാൻ വാങ്ങി തന്നു. അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം, അസുര തലപറക്കും തുള്ളാട്ടം. പിന്നെ പൊന്നൂസും മോഹനേട്ടനും ഏട്ടനും കൂടി ഒരു പാട്ട് പാടിയിട്ടാണ്. പിന്നെ കുറേ പാട്ടുകാരുടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് കുട്ടികൾ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു. പിന്നെ വീണ്ടും പ്രോഗ്രാം തുടങ്ങിയിട്ടാണ്. പിന്നെ കുറച്ച് ചെയിൻ സോങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പാട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നമുക്കൊരു 9:45 വരെ ടൈം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ പാടി. പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് കുറേ ഫോട്ടോസും സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് നേരം എടുത്തു. പിന്നെ അതിന് ശേഷം കുറച്ച് പിന്നെ ഫോട്ടോസും സംഭവങ്ങളും എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു മരം നിറച്ച് കണിക്കൊന്നും നിറയെ നിൽക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോസിനൊക്കെ ഇത്തിരി ക്ലിയർ കുറവുണ്ടാവും കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കണേൽ വളരെ ഇരുട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ മരം നിറച്ച് കണിക്കൊന്ന കേട്ടോ. അപ്പോൾ വിഷുവാകുമ്പോഴത്തേക്കൊക്കെ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.